ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് PHP ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മുമ്പിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അറേസ്, സ്ട്രിങ്സ്, ഒബ്ജക്ട്സ്, സ്ട്രിങ് മാനിപ്പുലേഷൻസ് എക്സെട്ര ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന ടോപ്പിക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രീവിയസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ പഠിച്ചിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റുകളുണ്ടല്ലോ. അതായത് ക്ലാസ്, ഒബ്ജക്ട്സ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കൺസെപ്റ്റുകളും നമ്മൾ ഇതിനകത്തും ഇത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ബേസിക് ഫീച്ചേഴ്സാണ്, മെയിൻ ഫീച്ചേഴ്സാണ്. അതെല്ലാം നമ്മൾ ഇതിനകത്ത് പഠിക്കും. എക്സ്ട്രാ ആയിട്ട് വരുന്ന PHPയിലെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് വരുന്ന കൺസെപ്റ്റുകളാണ് പെർ ക്ലാസ് കോൺസ്റ്റൻസ്, ദെൻ ടൈപ്പ് ഹിൻറ്റിങ്, ഒബ്ജക്റ്റ് ക്ലോണിങ് തുടങ്ങിയിട്ടുള്ള എക്സ്ട്രാ കുറേ ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ വൺ ബൈ വൺ ആയിട്ട് കാണും. ഇപ്പോൾ നമുക്കറിയാം, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെല്ലാം പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്. അതിന് മുമ്പ് വരെ നമ്മുടെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് എന്ന് പറയുന്ന കൺസെപ്റ്റുകളൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ ഹൈഡിങ് ആണ് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എല്ലാം ഡേറ്റാസും കാര്യങ്ങളും ചുമ്മാ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതിന് പകരമായിട്ട് ഇതെല്ലാം കൂടെ നമ്മളൊരു പാക്കറ്റിനുള്ളിൽ പോലെ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നമ്മളെല്ലാം കൂടെ അടുക്കി വിസിബിൾ അല്ലാത്ത രീതിയിൽ വെക്കും. അത് ആക്സസ് ചെയ്യാൻ പെർമിഷനുള്ള ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനുള്ളിലെ ഡേറ്റാസിനെ എടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമുകളിൽ പല കൺസെപ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലാസ്, ഒബ്ജക്ട്സ്, അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമിലർ ആയിട്ടുള്ള ഒബ്ജക്ട്സുകളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ക്ലാസ്സസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ആ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടിയുള്ള അല്ലെങ്കിൽ ആ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പ്രധാനമായിട്ട് ഒബ്ജക്റ്റിൽ നമ്മൾ പറയുന്നത് ഒരു ഒബ്ജക്റ്റിനുള്ളിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റിനുള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ്ങുള്ള വാല്യൂസ് ആയിരിക്കും. ആ വാല്യൂസ് അല്ലെങ്കിൽ കുറേ ഡേറ്റാസ് ആയിരിക്കും. ആ ഡേറ്റേനെ ആക്സസ് ചെയ്യാനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറേ ഓപ്പറേഷൻസും ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് വേരിയബിൾസിനും അല്ലെങ്കിൽ മെമ്പർ വേരിയബിളിനും പകരമായിട്ട് നമ്മൾ PHPയിൽ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ്. ആട്രിബ്യൂട്ട്സ് ആക്ച്വലി മെമ്പർ വേരിയബിൾസ് ഇൻ അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അല്ലെങ്കിൽ ദെൻ അടുത്തത് ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർ ഫംഗ്ഷൻസിന് ഈക്വലാണ്, തുല്യമാണ്. നമ്മൾ ക്ലാസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ എപ്പോഴും ക്ലാസ്സിൻ്റെ വേരിയബിൾസും ക്ലാസ് അല്ലെങ്കിൽ മെമ്പർ ഫംഗ്ഷൻസുമാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് വേരിയബിൾസിന് പകരമായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ആട്രിബ്യൂട്ട്സിനും മെമ്പർ ഫംഗ്ഷന് പകരമായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഓപ്പറേഷൻസിന് യൂസ് ചെയ്യുന്നു. അതേ വ്യത്യാസമുള്ളൂ. പിന്നെ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സ്, എൻക്യാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ എല്ലാം അതേ ഡെഫിനിഷനൊക്കെ തന്നെ. പോളിമോർഫിസം നമ്മൾ ഒരേ നെയിം തന്നെ, പക്ഷേ അതിൻ്റെ ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും. അതിനാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹയറാർക്കിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയാണ് എപ്പോഴും ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് കോഡ് റീയൂസബിലിറ്റിയാണ് പറയുന്നത്. നമ്മളൊരു പുതിയൊരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ളതിൽ നിന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തെടുക്കുന്നു. ഇനി മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എങ്ങനെ PHPയിൽ നമുക്ക് എങ്ങനെ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാം. നമ്മൾ അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ ചെയ്ത അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് എഴുതുന്നു. അതിനുശേഷം നമുക്ക് ഈ ക്ലാസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു ഐഡൻറ്റിഫയർ കൊടുക്കാം. ഐഡൻറ്റിഫൈൻ്റെ റൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം. അതായിരിക്കും ആ ക്ലാസ്സിൻ്റെ പേരെന്ന് പറയുന്നത്. അതിനുശേഷം ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്, ഇതിനുള്ളിൽ വേണം നമ്മൾ ക്ലാസ്സിൻ്റെ ബാക്കിയുള്ള കോഡുകൾ എഴുതാനായിട്ട്. സാധാരണ ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മൾ ക്ലാസ്സിൻ്റെ മെമ്പർ വേരിയബിൾസും മെമ്പർ ഫംഗ്ഷൻസുമാണ് സാധാരണ ഡിഫൈൻ ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ മെമ്പർ വേരിയബിൾസിന് പകരമായിട്ട് നമ്മൾ എന്തെന്ന് പറയും, ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ദെൻ മെമ്പർ ഫംഗ്ഷൻസ് പകരമായിട്ട് നമ്മൾ എന്തെന്ന് പറയും, ഇവിടെ ഓപ്പറേഷൻസ് എന്ന് പറയും. ഇനി എങ്ങനെ നമുക്കൊരു ആട്രിബ്യൂട്ട്സിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ക്ലാസ്സിനുള്ളിൽ ഒരു ആട്രിബ്യൂട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ വേർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. വേർ ദെൻ സ്പേസ്. സാധാരണ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഡോളർ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത് PHPയിൽ. സോ $attribute1, ആട്രിബ്യൂട്ട് എത്ര ആട്രിബ്യൂട്ട് ഉണ്ടോ അത്രയും ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഒരു ക്ലാസ്സിൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ നേച്ചർ പോലെ ഇരിക്കും എത്ര വേരിയബിൾസ് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആട്രിബ്യൂട്ട്സ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് മാനിപ്പുലേഷൻസിന് വേണ്ടി നമുക്ക് ഓപ്പറേഷൻസിന് ആവശ്യമാണ്. ദെൻ ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. ഫംഗ്ഷൻ, ഓപ്പറേഷൻ നെയിം, ഇതും വാലിഡ് ഐഡൻറ്റിഫയർ ആണ്. ദെൻ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാം. അതിനുള്ളിൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റിനുള്ളിൽ വാലിഡ് ആയിട്ടുള്ള PHPയുടെ കോഡ് എഴുതാം.
ഇപ്പോൾ ഇവിടെ 2 ഓപ്പറേഷൻസ്, എത്ര ഓപ്പറേഷൻസ് വേണമെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇവിടെ 2 ഓപ്പറേഷൻസ് കൊടുത്തു. ഒന്ന് ഒരു ഡിഫോൾട്ട് ഓപ്പറേഷൻ, ആർഗ്യുമെൻറ്റ്സ് ഇല്ലാത്തതും, രണ്ടാമത്തത് 2 ആർഗ്യുമെൻ്റ് ഉള്ളതാണ്. ഈ ഓപ്പറേഷൻ എപ്പോഴാണോ കോൾ ചെയ്യുന്നത്, ആരാണ് കോൾ ചെയ്യുന്നത്, ഏത് ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ഈ ഓപ്പറേഷൻ കോൾ ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റിൻ്റെ കൂടെ 2 വാല്യൂവിനെ പാസ് ചെയ്തിടും. ആ വാല്യൂവിനെ നമ്മളിവിടെ സ്വീകരിക്കും. 2 വേരിയബിൾ സ്വീകരിച്ചതിന് ശേഷം ഇതിനുള്ളിൽ കാൽക്കുലേഷൻസ് നടത്തുന്ന രീതിയാണ് നമ്മൾ ആർഗ്യുമെൻറ്റഡ് ഓപ്പറേഷൻസ് വെച്ച് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഡിക്ലറേഷനിൽ നമ്മൾ കണ്ടത് എങ്ങനെ ക്ലാസ് ഡിക്ലെയർ ചെയ്യാമെന്നുള്ളതും, ക്ലാസ്സിനുള്ളിൽ എങ്ങനെ ആട്രിബ്യൂട്ട്സ് ഡിഫൈൻ ചെയ്യാമെന്നുള്ളതും, അതുപോലെ തന്നെ മെമ്പർ ഫംഗ്ഷൻസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത നമ്മൾ കൺസെപ്റ്റിലേക്ക് പോവുകയാണ്, കൺസ്ട്രക്റ്റേഴ്സ്. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് കൺസ്ട്രക്ടർ എന്ന് പറയും. കൺസ്ട്രക്ടർ എപ്പോഴും നമ്മളൊരു ഒബ്ജക്റ്റിനുള്ള വാല്യൂസിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ക്ലാസ്സിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഡൈനാമിക് ആയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വേരിയബിൾസ് ഉണ്ടോ, ആ വേരിയബിൾസ് അല്ലെങ്കിൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടോ, അത്ര ആട്രിബ്യൂട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആ മെമ്മറിയിലേക്ക് വാല്യൂവിനെ ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ ആരുടെ സഹായം വേണം, കൺസ്ട്രക്ടറുടെ സഹായം വേണം. അപ്പോൾ അങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒബ്ജക്ട്സിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ആട്രിബ്യൂട്ട്സിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസെപ്റ്റ് എല്ലാം സെയിം തന്നെയാണ്, പ്രീവിയസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ കൺസെപ്റ്റ് എല്ലാം സെയിം ആണ്. എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ കൺസ്ട്രക്ടേഴ്സ് ഡിഫൈൻ ചെയ്യുക പല റൂൾസുകൾ പറയാറുണ്ട്. ഇപ്പോൾ C++ലാണെങ്കിൽ ക്ലാസ്സിൻ്റെ പേര് തന്നെ ആയിരിക്കണം, പബ്ലിക് പാർട്ടിലായിരിക്കണം, അതിന് പ്രത്യേകിച്ച് റിട്ടേൺ ടൈപ്പുകളൊന്നുമില്ല, ആർഗ്യുമെൻറ്റ്സ് വരാം, അങ്ങനെ പല റൂൾസും പറയും. ജാവയിലാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ റൂൾസായിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന റൂൾ എന്ന് വെച്ചാൽ, ഇത് കൺസ്ട്രക്ടറിന് ക്ലാസ്സിൻ്റെ പേരല്ല നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത്. ഇവിടെ നമ്മളൊരു പ്രത്യേക കീവേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ പേര് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡബിൾ അണ്ടർസ്കോർ യൂസ് ചെയ്യും. ഡബിൾ അണ്ടർസ്കോർ കഴിഞ്ഞിട്ട് കൺസ്ട്രക്റ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. കൺസ്ട്രക്റ്റ്, ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസിങ് ബ്രാക്കറ്റ്, ഇതിനുള്ളിൽ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് വരാം. അപ്പോൾ ഇതാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് PHP എന്ത് ചെയ്യും, കൺസ്ട്രക്റ്റിലേക്ക് കോൾ പോയിട്ട് അതിനുള്ളിൽ നടക്കുന്ന ആക്ഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ഇവിടെ നോക്കിയും ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. ക്ലാസ് നെയിം, ഫംഗ്ഷൻ ദെൻ ഡബിൾ അണ്ടർസ്കോർ കൺസ്ട്രക്റ്റ്. ഇങ്ങനെയാണ് കൺസ്ട്രക്ടർ ചെയ്യുന്നത്. ഈ ക്ലാസ്സിൻ്റെ പേരിലല്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സാധാരണ നമ്മൾ ക്ലാസ്സിൻ്റെ പേരിലാണ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ക്ലാസ്സിൻ്റെ പേരല്ല, ഇവിടെ നമ്മൾ ബൈ ഡിഫോൾട്ട് കൺസ്ട്രക്ട് എന്നുള്ള ഒരു ഫംഗ്ഷൻ നെയിം തന്നെ തന്നേക്കുവാണ്. കൺസ്ട്രക്ട് ദെൻ അതിൻ്റെ അത് ആർഗ്യുമെൻറ്റ് ഒരു വാല്യൂ ഉണ്ട്. നമ്മളിപ്പം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആർഗ്യുമെൻ്റ് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ഇവിടെ വന്ന് സ്വീകരിക്കും. അത് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ കൺസ്ട്രക്ടർ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറീസിനെ നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡിസ്ട്രക്ടർ യൂസ് ചെയ്തേക്കുന്നത്. ഇനിഷ്യലൈസുള്ള മെമ്മറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡിസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡബിൾ അണ്ടർസ്കോറിൽ ഡിസ്ട്രക്ട് എന്ന് പറയുന്ന ഇതാണ് ഫംഗ്ഷൻ കീവേഡാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്ട്രക്ട് ഓഫ്, ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നോക്കുക. PDF നോക്കി ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ, എന്താണ് ക്ലാസ്, എങ്ങനെ ഒരു ആട്രിബ്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഓപ്പറേഷൻസ് ക്രിയേറ്റ് ചെയ്യാം, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് കൺസ്ട്രക്ടർ എന്ന് പറയും. കൺസ്ട്രക്ടർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, അങ്ങനെ ഡിക്ലെയർ ചെയ്ത കൺസ്ട്രക്ടർ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെമ്മറിനെ നമുക്ക് എങ്ങനെ റിലീസ് ചെയ്യാം, എങ്ങനെ ഡിസ്ട്രക്ടർ കൊടുത്ത് റിലീസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും, ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ പല ഓപ്പറേഷൻസ് എങ്ങനെ കോൾ ചെയ്യാം എന്നുള്ളതും, കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്ത് എങ്ങനെ നമുക്ക് വാല്യൂസിനെ നമുക്ക് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ.